ഉത്തരാഖണ്ഡ് മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട മലയാളികൾ സുരക്ഷിതർ. വിനോദയാത്രയ്ക്ക് പോയ മലയാളി സംഘത്തെ ബന്ധപ്പെടാൻ കഴിയാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ ആശങ്കയിലായിരുന്നു. തൃപ്പൂണിത്തുറ സ്വദേശികളായ നാരായണൻ നായരും ഭാര്യ ശ്രീദേവി പിള്ളയും യാത്രാ സംഘത്തിലുണ്ടായിരുന്നു. മലയാളികളെല്ലാവരും സുരക്ഷിതരാണെന്ന ഒടുവിൽ സൈന്യത്തിൽ നിന്ന് ലഭിച്ച സന്ദേശത്തിന്റെ ആശ്വാസത്തിലാണ് ഇവരുടെ ബന്ധുക്കൾ. 20 മുംബൈ മലയാളികളും കേരളത്തിൽ നിന്നുള്ള 8 പേരുമായിരുന്നു ഉത്തരാഖണ്ഡിൽ കുടുങ്ങിയത്. വാർത്താവിനിമയ ബന്ധങ്ങൾ തകരാറിലായതിനാൽ ഇതിൽ ആരെയും ബന്ധപ്പെടാനും കഴിഞ്ഞിരുന്നില്ല. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലായിരുന്നു മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും. തൃപ്പൂണിത്തുറ സ്വദേശികളായ നാരായണൻ നായർ, ഭാര്യ ശ്രീദേവി പിള്ള എന്നിവരുടെ ബന്ധുക്കളും കടുത്ത ആശങ്കയിലായിരുന്നു. ഇന്നലെ രാവിലെ 8:30-ക്കാണ് ഒടുവിൽ ബന്ധുക്കളെ ഫോണിൽ വിളിച്ചത്. വാഹനത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും സുരക്ഷിതരാണെന്നുമുള്ള വിവരം ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് ബന്ധുക്കളായ രമേശും അമ്പിളിയും. ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞത്, ഡിഫൻസ് വഴി അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അവർ സേഫാണ്. പക്ഷേ ബസ്സിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആ ഏരിയയിലേക്ക് ആർക്കും പോകാനൊന്നും പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും 55 വയസ്സ് കഴിഞ്ഞവരാണ് കൂടുതൽ ആളുകളും. അതിനകത്തുള്ളവരിൽ 90% 55 വയസ്സ് കഴിഞ്ഞവരും 60 വയസ്സിന് മേളിലുള്ളവരുമാണ്. അവർക്കൊക്കെ മെഡിസിനൊക്കെ ഉള്ളവരൊക്കെയാണ്. അപ്പോൾ ഈ ഒരു 2 ദിവസം ആകുമ്പോഴത്തേക്കും ഫുഡൊക്കെ എങ്ങനെയാണ് എന്നുള്ളൊരു ആശങ്കയുണ്ട്. തൃപ്പൂണിത്തുറയിൽ നിന്നാണ് അച്ഛൻ്റെ ബ്രദർ നാരായണൻ നായരും ശ്രീദേവി പിള്ളയും. പിന്നെ അവരുടെ സിസ്റ്റേഴ്സും ഹസ്ബൻഡും അവരൊക്കെ കായംകുളം, തിരുവനന്തപുരം ഇവിടങ്ങളിൽ നിന്നുള്ളതാണ്. മുംബൈ മലയാളികളുണ്ട് കുറച്ച് പേര്. അമ്പിളിയുടെ ഭർത്താവ് രമേശിന്റെ അച്ഛന്റെ സഹോദരനാണ് നാരായണൻ നായർ. ഈ മാസം 2-നാണ് ഇവർ യാത്ര തിരിച്ചത്. ഉത്തരകാശിയിൽ നിന്ന് ഗംഗോത്രിയിലേക്കുള്ള യാത്രയിലാണെന്നാണ് ഇന്നലെ രാവിലെ ബന്ധുക്കളെ വിളിച്ചപ്പോൾ അറിയിച്ചത്. കരസേനയടക്കം നിരവധി സേനാ വിഭാഗങ്ങൾ ഇവിടെ രക്ഷാപ്രവർത്തനത്തിലാണ്. ജനം, കൊച്ചി.